എല്ലാ ഭക്തജനങ്ങൾക്കും കഥവേ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 വിഷുഫലം, അതായത് ചതയ നക്ഷത്രം. അപ്പോൾ മേടമാസം തൊട്ട് മീനമാസം വരെ വിഷുഫലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മേടമാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് ആരോഗ്യ പുരോഗതി നല്ല രീതിയിൽ മെച്ചപ്പെടും. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല, ഉള്ള അസുഖങ്ങൾ മാറും. രോഗങ്ങളുണ്ടെങ്കിൽ അത് മാറി നമുക്ക് ഡോക്ടർമാർ തരുന്ന മരുന്ന് പിടിക്കുകയും നമുക്ക് എപ്പോഴും സന്തോഷകരമായിട്ട് രോഗങ്ങളില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും നമുക്ക് വരാതിരിക്കാനും മാറിപ്പോകാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ചെയ്യുക. ജോലിയുള്ള ഭക്തജനങ്ങൾ ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി, യാതൊരു ദോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വഴിപാട് എല്ലാ ഭക്തജനങ്ങളും ചതയ നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട് ചെയ്തിരിക്കണം. അപ്പം നമുക്കുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളൊക്കെ മാറി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇടവമാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് ഒത്തിരി യാത്രകൾ ചെയ്യാൻ വരും. യാത്രകൾ ചെയ്യാൻ പറ്റുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പുണ്യ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുള്ള യാത്രകൾ, ബന്ധുക്കരകളായിട്ട്, കൂട്ടുകാരകളായിട്ട്. അപ്പോൾ നമുക്ക് സാമ്പത്തികം വരികയും ചെയ്യും. അപ്പോൾ സാമ്പത്തിക നഷ്ടം വരാതെ നമുക്ക് ഇടവമാസം എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ വനദുർഗാ മന്ത്ര അർച്ചന 7 ആഴ്ച കഴിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മിഥുന മാസത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് ഇതുവരെ വിവാഹം നടന്നിട്ടില്ലാത്ത ചതയ നക്ഷത്രക്കാർക്ക് വിവാഹം 4 ദിക്കിൽ നിന്ന് വരും. നേരത്തെ പോയി കണ്ട ആലോചനകളൊക്കെ ശരിയായി വരും. ഒപ്പം തന്നെ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഒപ്പം തന്നെ ആ ഗ്രഹനിലയിലുള്ള ദോഷങ്ങളൊക്കെ മാറ്റുക. ഒപ്പം തന്നെ വിവാഹ കാര്യങ്ങൾ നല്ല ഒരു ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി കാര്യങ്ങൾ ഒന്നും കൂടെ സ്പീഡപ്പായിട്ട് നടക്കാൻ വേണ്ടി നമുക്ക് സ്വയംവര മന്ത്രം കൊണ്ടുള്ള അർച്ചനയും ഒപ്പം തന്നെ ബാണേശ്വരി മന്ത്രം കൊണ്ടുള്ള അർച്ചനയും ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ. ഇത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അടുപ്പിച്ച് ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ കർക്കിടക മാസത്തിൽ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ജോലിയുടെ തടസ്സങ്ങളൊക്കെ മാറി ജോലി കിട്ടും. ഉള്ള ജോലിയുള്ളവർക്ക് പ്രമോഷനും മറ്റുള്ള കാര്യങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർ വരെ കിട്ടാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമായിട്ടുള്ള തീരുമാനം വരും. ഒപ്പം തന്നെ നല്ല സാലറിയുടെ കൂടെയുള്ള ജോലി കിട്ടി. ഈ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തി അതുകൊണ്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് വാഹനങ്ങൾക്ക് മേടിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതായത് നിലവിൽ വാഹനം ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ വീണ്ടും വാഹനം മേടിക്കാനുള്ള പൈസകൾ ഉണ്ടാകും. ഒപ്പം തന്നെ നമുക്ക് വാഹനങ്ങളൊന്നും ഇല്ലെങ്കിലും അതിനുള്ള അനുകൂലമായിട്ടുള്ളൊരു സമയം വന്നു ചേരും. അപ്പോൾ കുറച്ച് പൈസ കിട്ടുമ്പോൾ നമുക്കൊരു ബൈക്ക് മേടിക്കാം. അല്ലെങ്കിൽ നിലവിൽ കാറൊക്കെ ഉള്ള ഒരു വ്യക്തി, ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഒരു വണ്ടിയും കൂടെ മേടിക്കാനുള്ള സാമ്പത്തികം വന്ന് വരും. ഒപ്പം നമ്മൾ കടം കൊടുത്ത പൈസകളൊക്കെ കിട്ടും ചിങ്ങമാസം. അപ്പോൾ ചിങ്ങമാസം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത് വളരെ ഒരു നല്ലൊരു മാസമാണ്. ഈ ഒരു ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ കന്നിമാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതായത് അസുഖം വന്നാൽ മാറാതിരിക്കുക, എപ്പോഴും നമ്മുടെ മനസ്സ് വിഷമിച്ചിരിക്കുക. ഈ ഒരു ഘട്ടങ്ങളും ദോഷങ്ങളും ഒക്കെ മാറാൻ വേണ്ടി നമ്മുടെ ദേവീ ക്ഷേത്രത്തിലൂടെ തൃഷ്ടിപ്പ് കൊണ്ട് ചെത്തിപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമാണ്. തൃഷ്ടിപ്പ് കൊണ്ട് ചെത്തിപ്പ് കൊണ്ട് ചെയ്യുമ്പോൾ രോഗദുരിതങ്ങൾ മാറി, ശത്രുദോഷങ്ങൾ മാറി നമ്മുടെ കാര്യങ്ങളൊക്കെ സ്പീഡപ്പായിട്ട് പോകാൻ വേണ്ടിയാണ് ഈ ഒരു വഴിപാട് ചെയ്യുന്നത്. ഒപ്പം തന്നെ തുലാമാസത്തിൽ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും പോകുന്ന പോലെ തന്നെ തടസ്സങ്ങളുണ്ടാകും. അതായത് എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും തടസ്സം നിൽക്കും. വീട് പണി, ഇല്ലെങ്കിൽ ജോലി തടസ്സം, തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, എല്ലാത്തിനും അവർ പോകുന്നതൊക്കെ തടസ്സം വരും. ഈ ഒരു കർമ്മത്തിലെ തടസ്സം നമുക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദേവീ ക്ഷേത്രത്തിൽ പോയി ദീപാരാധന കണ്ടുകൊണ്ട് ദേവിക്ക് ഒരു രക്തഹാരമാല കൊടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അപ്പം തുലാമാസത്തിലെ ഒരു തടസ്സ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ പോയി ദീപാരാധന കണ്ടു തൊഴുന്നത് വളരെയധികം ദോഷശാന്തിക്ക് പരിഹാരമാണ്. ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരുടെ ഒരു സ്വപ്നമാണ് വീട് പണി, അല്ലേ? ഈ വീട് നമ്മൾ പണിയുമ്പോഴത്തേക്ക് വാസ്തുപരമായ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഒപ്പം തന്നെ സർപ്പദോഷമുള്ള ഭൂമിയാണോ എന്ന് പ്രത്യേകം നോക്കണം. എത്ര പൈസ കിട്ടിയാലും നമുക്ക് വീട് പണി ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ലെങ്കിൽ അതൊരു ഉത്തമനായ കർമ്മിയെ കൊണ്ട് വീടിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കുക. ഒപ്പം തന്നെ
വൃശ്ചിക മാസത്തിൽ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള വീട് പണിക്കുള്ള അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. നിങ്ങൾക്ക് ചോദിച്ച സ്ഥലത്ത് നിന്നൊക്കെ പൈസ കിട്ടും, ലോണുകളും കാര്യങ്ങളൊക്കെ പാസ്സായി വരും. ഈ ഒരു കാര്യങ്ങൾ തടസ്സം മാറാൻ വേണ്ടി വീട് ആരുടെ പേർക്കാണോ അവരുടെ പേർക്ക് ഒരു വെള്ളിയുടെ വീട് മേടിച്ച് അടുത്തുള്ള ദേശദേവതയ്ക്ക് കൊടുക്കുക. ഇപ്പോൾ ദേശത്ത് കൃഷ്ണനായിരിക്കാം, ഭദ്രകാളി ആയിരിക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഒരു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു വീട് മേടിച്ച് ആ വീട് ഒഴി, അതായത് ഒരു വെള്ളിയുടെ വീട് മേടിച്ച് നമ്മൾ പണിയുന്ന വീട്ടിലേക്ക് ഒഴിയുക. 3 തവണ ഒഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് അവിടെ കൊണ്ട് സമർപ്പിക്കുക. വീട് ആരുടെ പേർക്കാണ് അവർ ചെയ്യേണ്ട ഒരു വഴിപാടാണ് വൃശ്ചിക മാസത്തിൽ. ഒപ്പം തന്നെ ധനുമാസത്തിൽ അവർക്ക് വിദേശത്ത് പോകാനുള്ള നല്ല നല്ല വഴികളൊക്കെ തുറന്നു വരും. ആ ഒരു ദോഷങ്ങൾ നമ്മൾ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരാനുള്ള തടസ്സങ്ങളൊക്കെ മാറി വിദേശത്ത് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ അഹോര മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മകരമാസത്തിൽ അവർക്ക് വരുമാനങ്ങൾ ഉണ്ടാകും. അതായത് അവർ എന്ത് തൊഴിൽ മേഖലയിൽ നിന്നാലും അവർക്ക് നഷ്ടങ്ങളില്ലാതെ ലാഭങ്ങൾ വന്നു ചേരും. ഒരു ഉദാഹരണത്തിന് ഹോട്ടലായിക്കോട്ടെ, പല പല ബിസിനസ്സുകളാകട്ടെ, അവരൊക്കെ ഈ ഒരു മേഖലയിൽ തുടങ്ങുമ്പോഴേക്ക് അവർക്ക് നഷ്ടങ്ങളില്ലാതെ സാമ്പത്തിക ലാഭം വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ തന്നെ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അസുഖങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മടികൾ, നെഗറ്റീവായിട്ടുള്ള ചിന്താകാര്യങ്ങളൊക്കെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൊണ്ട് മാറിപ്പോകുന്നതായിരിക്കും. ഒപ്പം തന്നെ മഹാദേവന് ധാരയും നടത്തുന്നത് ഉത്തമമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പം എന്താ പറയുക, ഒരു കണ്ണ് കിട്ടുക, ഇല്ലെങ്കിൽ ഒരു മടി വരിക. അപ്പോൾ ആ ഒരു തടസ്സമൊക്കെ മാറാൻ വേണ്ടിയാണ് മൃത്യുഞ്ജയം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിലെ നെഗറ്റീവ് ചിന്തകൾ മാറ്റി നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവൊക്കെ ഉള്ള എനർജികൾ മാറി പോസിറ്റീവ് എനർജി കൊണ്ട് തന്നെയാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി. അപ്പോൾ അത് മകരമാസത്തിൽ. ഇപ്പോൾ കുംഭമാസത്തിൽ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യം ഒന്നും കൂടെ മെച്ചപ്പെടും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒപ്പം തന്നെ ഭാര്യ ഭർത്താക്ക് വഴി വഴക്കുകൾ വരാനൊരു കുടുംബകലഹം ഉണ്ടാകാൻ വളരെ ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുംഭമാസത്തിൽ ചെറിയ നക്ഷത്രക്കാർ പരസ്പരമുള്ള ചെറിയ ചെറിയ വഴക്കുകളൊക്കെ വലുതാക്കാതെ രീതിയിൽ പോയി ഈ ഒരു തടസ്സം മാറാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ താമരമാല കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ തന്നെ മീനമാസത്തിൽ ശത്രുദോഷം വളരെയധികം ചെറിയ നക്ഷത്രർക്ക് കൂടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും പുരോഗതിപരമായ ബിസിനസ്സുകൾ വന്ന് ശത്രുക്കളുടെ കണ്ണ് മൂലം നമുക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഈ ഒരു ശത്രുദോഷത്തിന് മാറാൻ വേണ്ടി നമ്മൾ ദേവീ ക്ഷേത്രത്തിൽ നമ്മുടെ തലക്കൊഴിഞ്ഞ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. നിലവിലെ ചതയ നക്ഷത്രക്കാർക്ക് ഒരു ചിന്തയുണ്ടാകും, തിരുമേനി പറയുന്നത് നല്ലതാണെന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ പറയുന്നത് യൂട്യൂബിൽ നല്ലതാണ്. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് ഫലപ്പെടുത്തി വരുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സർപ്പങ്ങൾക്ക് എണ്ണ കൊടുക്കാതിരിക്കുക, രക്ഷസിന് പാൽപ്പായസം കൊടുക്കാതിരിക്കുക, അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാതിരിക്കുക. ഒപ്പം തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ നമ്മുടെ ജാതകത്തിൽ നല്ല ഫലങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലായിരിക്കും ഈ പറയുന്ന ക്ഷേത്രം ഇരിക്കുന്നത്, അച്ഛൻ്റെ ചേട്ടനോ ഇല്ലെങ്കിൽ അപ്പച്ചിമാരുടെ വീട്ടിലേക്ക്. അപ്പോൾ അവർ നമ്മളൊക്കെ ആയിട്ട് പിണക്കമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ പൂജ നടക്കുമ്പം അവരായിട്ട് പിണക്കം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ പൂജയ്ക്ക് പോയി തൊഴുന്നില്ല. അപ്പോൾ തൊഴാത്തതുകൊണ്ട് അവിടുത്തെ ദേവതയുടെ പ്രീതി ദോഷം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, അവർ വഴക്കിട്ട് ശരിയാണ്, പക്ഷെ നമ്മൾ അവിടുത്തെ ഈശ്വരനെ കാണാൻ പോകും. അവർ നിങ്ങൾ വരേണ്ടത് പറയാൻ അതിൻ്റെ ദോഷം അവർക്കാണ്. അത് മാത്രം എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ മാസം പോയി തൊഴുത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ചതയ നക്ഷത്രത്തിൽ നിലവിൽ ദോഷങ്ങളുള്ളതെന്ന് വിചാരിച്ച് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ഏത് ഈശ്വരനെയാണ് വിളിച്ച് മുന്നോട്ട് പോകുന്നത്, ആ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉപാസനമൂർത്തിയെയൊക്കെ പ്രത്യേകതരം ആരാധിക്കുന്ന ചതയ നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. എൻ്റെ ഉപാസനമൂർത്തി നോക്കിക്കൊള്ളാം എന്നൊരു വിശ്വാസം ഉണ്ടാവണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ. മറ്റൊരു വീഡിയോ വരുന്നത്. നമസ്കാരം.